നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായ നല്ല മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. മനസ്സിൽ ശാന്തി വരുന്നു, ഭയം കുറയുന്നു, ഭക്തി വർദ്ധിക്കുന്നു, ജീവിതത്തിൽ പുതിയൊരു ദിശ ലഭിക്കുന്നത് പോലെ തോന്നുന്നു. പല ഭക്തരും ഇത്തരം അനുഭവങ്ങളെ ശിവകൃപയുടെ സൂചനകളായി കാണുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഓം ഗം ഗണപതായ നമഃ, ഓം സ്കന്ദായ നമഃ, ഓം ആഞ്ജനേയായ നമഃ, ഓം ദുർഗായ നമഃ, ഓം സൂര്യായ നമഃ എന്നിങ്ങനെയാണ്. എന്നാൽ ശ്രീ മഹാദേവന്റെ ഏറ്റവും പ്രശസ്തമായ വേദോക്ത മന്ത്രം ഓം നമ ശിവായയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? ശിവ പഞ്ചാക്ഷരി മന്ത്രത്തെ വിവരിക്കുവാൻ അത്ര എളുപ്പമല്ല. അല്പമൊന്ന് ശ്രമിക്കാം. ന മ ശി വ യ എന്ന അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതായി ശൈവ സമ്പ്രദായം വ്യാഖ്യാനിക്കുന്നു. ന എന്നാൽ ഭൂമി, മാ ജലം, ശി അഗ്നി, വാ വായു, യ ആകാശം. ഈ 5 അക്ഷരങ്ങളും ചേർന്ന് ജീവനും പ്രപഞ്ചവും ശിവതത്വവും തമ്മിലുള്ള ഏകത്വത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ഹിന്ദുമതത്തിൽ ഏറ്റവും പവിത്രമായി കാണപ്പെടുന്ന പഞ്ചാക്ഷരി മന്ത്രമാണ് ഓം നമ ശിവായ. ഇത് ഓം ശിവായ നമഃ എന്ന് പറയാത്തതിന് പ്രധാന കാരണം വ്യാകരണ നിയമങ്ങളും വേദാന്ത കാലത്തെ മന്ത്രോച്ചാരണ രീതികളുമാണ്. സംസ്കൃത വ്യാഖ്യാനമനുസരിച്ച് നമസ്കാരം നമ ആദ്യം പറയുകയും പിന്നീട് ഭഗവാന്റെ പേര് ചേർക്കുകയും വേണം. അതുകൊണ്ടാണ് നമ ശിവായ എന്ന് പറയുന്നത്. ഓം നമ ശിവായ എന്നാൽ ഓം എന്ന പ്രപഞ്ചനാഥമായ പരമശിവനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അർത്ഥം. 5 അക്ഷരമുള്ളതിനാൽ നമശിവായ പഞ്ചാക്ഷരി മന്ത്രം എന്നും അറിയപ്പെടുന്നു. യജുർവേദത്തിലെ ശ്രീ രുദ്ര ചക്രസൂത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ മന്ത്രം. സുബ്രഹ്മണ്യ സ്വാമി ഈ മന്ത്രത്തെ അർത്ഥം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. നമശിവായ എന്നത് വേദങ്ങളുടെ അന്തസത്തയിൽ പരാമർശിച്ചിരിക്കുന്ന പരമശിവന്റെ ഏറ്റവും പരിപാവനമായ നാമമാണ്. ന എന്നാൽ ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യം. മ ഇത് പ്രപഞ്ചത്തെ കുറിക്കുന്നു. ശ ഇത് ശിവനെ പ്രതിനിധീകരിക്കുന്നു. വ എന്നാൽ ഭഗവാന്റെ തന്നെ ലാളിത്യം. യ എന്നാൽ ആത്മാവിനെ കുറിക്കുന്നു. അതുപോലെ മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ്. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിലെ ആദ്യ അക്ഷരമായ ന സൂചിപ്പിക്കുന്നത് നാഗേന്ദ്രഹാരനെയോ പാമ്പിനെ ആഭരണമായി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നവനെയോ ആണ്. മന്ദാഗ്നി അഥവാ ഗംഗാ നദിയിലെ വെള്ളത്തിൽ കുളിച്ച ശിവനെയാണ് രണ്ടാമത്തെ അക്ഷരമായ മ എന്ന അക്ഷരം അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ അക്ഷരമായ ശി ശിവന്റെ ഭംഗിയെ സൂചിപ്പിക്കുന്നു. വിടർന്നു നിൽക്കുന്ന താമരയെയാണ് ഈ അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത്. വസിഷ്ഠനെ പോലെ പല മഹർഷിമാരും ആരാധിക്കുന്ന അതിശ്രേഷ്ഠവും ഉന്നതമായ ശിവദൈവത്തെ അക്ഷരമായ വ സൂചിപ്പിക്കുന്നത്. 5ാമത്തെ അക്ഷരമായ യ എന്നത് യക്ഷരൂപത്തിൽ കാണുന്ന ശിവന്റെ നിഗൂഢമായ രൂപത്തെ വിവരിക്കുന്നു. ശൈവ വിഭാഗം പരമശിവനെ പ്രധാന ദൈവമായി, ദേവന്മാരുടെ ദേവനായി, പരമാത്മാവായി, ശിവശക്തിയായി ആരാധിക്കുന്നു. മഹാദേവൻ, ഈശ്വരൻ, പരമേശ്വരൻ, ദക്ഷിണാമൂർത്തി, ഭൈരവൻ, വീരഭദ്രൻ, കാലാകാലൻ, അർദ്ധനാരീശ്വരൻ, വിശ്വനാഥൻ, പരബ്രഹ്മമൂർത്തി തുടങ്ങിയ പല പ്രസിദ്ധ പേരുകളിലും മഹാദേവൻ അറിയപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ സംഹാരം, മൃത്യു, വിജയം, ആയുസ്, അപകടമുക്തി, മംഗളങ്ങൾ, മോക്ഷം അഥവാ ലയനത്തിൻ്റെ ദൈവമായാണ് മഹാദേവനെ പരാമർശിക്കുന്നത്.
ചില വിശ്വാസ സംഹിതകൾ പ്രകാരം സമ്പത്തിൻ്റെ യഥാർത്ഥ ദൈവവും മഹാദേവൻ തന്നെയാണ്. ശൈവ വിശ്വാസപ്രകാരം പ്രപഞ്ച സൃഷ്ടിയും പരിപാലനവും നടത്തുന്നത് ശിവശക്തിമാരാണ്. ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ശിവാരാധനയ്ക്കുള്ളതാണ്. എന്നാൽ പരാശക്തിയെ കുറിക്കുന്ന ഹ്രീം എന്ന ശബ്ദവും കൂടി ചേർക്കുമ്പോൾ ഓം ഹ്രീം നമ ശിവായ എന്നും ജപിക്കാറുണ്ട്. അതിനാൽ ഇതിനെ പരാശക്തി ബീജാക്ഷരി മന്ത്രം എന്നും അറിയപ്പെടുന്നു. ഇത് ശിവശക്തിമാർക്കുള്ള ആരാധന മന്ത്രമാണ്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ ശംഭോ ത്വയ് ഭക്തി അചഞ്ചലാം. ഈ പ്രാർത്ഥന ശിവഭഗവാനോടുള്ളതാണ്. ജീവിതത്തിൻ്റെ അന്ത്യവും ജീവിത രീതിയും എങ്ങനെയായിരിക്കണം എന്ന് വളരെ ലളിതമായി ഇതിൽ പ്രതിപാദിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അനായാസേന മരണം എന്നാൽ മരണം പ്രയാസമില്ലാത്തതും, അതായത് വേദനയോ കഷ്ടപ്പാടോ ഇല്ലാത്ത മരണം. വിനാ ദൈനേന ജീവിതം എന്നാൽ മറ്റൊരാളുടെ മുന്നിലും കൈനീട്ടാതെ ദീനമില്ലാത്ത അന്തസ്സുള്ള ഒരു ജീവിതം നൽകണം. ദേഹിമേ കൃപയാ ശംഭോ എന്നാൽ ഹേ ശംഭോ, അതായത് അല്ലയോ ശിവഭഗവാനെ, അവിടുത്തെ കരുണയാൽ എനിക്ക് നൽകിയാലും. ത്വയ് ഭക്തി അചഞ്ചലാം എന്നത് അവിടുത്തെ പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തിയും എനിക്കുണ്ടാകണം. ഈ പ്രാർത്ഥനയുടെ സാരം സുഖദുഃഖങ്ങളെക്കാളും ഉപരിയായി ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ട വലിയ കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത്. കിടപ്പിലാകാതെയുള്ള മരണം, പരാശ്രയമില്ലാത്ത ജീവിതം, ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം എന്നിവയാണ് ഏതൊരു ഭക്തൻ്റെയും അന്തിമമായ ലക്ഷ്യം. ഇനിയൊരു ചെറിയ കാര്യം കൂടി പറയാം. എന്തുകൊണ്ടാണ് ലക്ഷ്മി നാരായണൻ, രാധാകൃഷ്ണൻ, സീതാരാമൻ എന്നിങ്ങനെ സ്ത്രീനാമങ്ങൾ ആദ്യം മുൻഗണന നൽകി പറയുന്നു, എന്നാൽ മഹാദേവന്റെ കാര്യത്തിൽ ശിവപാർവതി എന്ന് പറയുന്നു? ഇവിടെ പുരുഷനാമത്തിൽ ആദ്യം മുൻഗണന നൽകി പറയുന്നു. എന്താണ് കാരണം? ഈ നാമകരണത്തിന് ഭാഷാപരവും ആത്മീയപരമായ ചില കാരണങ്ങളുണ്ട്. ഹൈന്ദവ സങ്കല്പമനുസരിച്ച് ശിവനും പാർവതിയും വേറിട്ട രണ്ട് തത്വങ്ങളല്ല, മറിച്ച് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇതിനെയാണ് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് വിളിക്കുന്നത്. ശക്തി അഥവാ പാർവതി ഇല്ലെങ്കിൽ ശിവന് നിലനിൽപ്പില്ല. അതിനാൽ തത്വചിന്തപരമായി പ്രകൃതിക്ക് അഥവാ ശക്തിക്ക് ആദ്യ സ്ഥാനം നൽകാറുണ്ട്. അതുകൊണ്ടാണ് പാർവതി പരമേശ്വരന്മാർ, ലക്ഷ്മി നാരായണൻ, രാധാകൃഷ്ണൻ എന്നിങ്ങനെ സ്ത്രീനാമങ്ങൾക്ക് ആദ്യം മുൻഗണന നൽകി നമ്മൾ സംസാരിക്കുന്നത്. അടുത്തത് ഭാഷാപരമായ ശൈലി. മലയാളം ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷകളിൽ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഇതിനെ ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നു. ഉച്ചരിക്കാനുള്ള എളുപ്പവും വായ്ത്താരിയുടെ ഭംഗിയും നോക്കാറുണ്ട്. ശിവപാർവതി എന്ന് പറയുന്നത് നാക്കിൽ പെട്ടെന്ന് വഴങ്ങുന്ന ഒന്നാണ്. അതേസമയം പാർവതി ശിവൻ എന്ന് പറയുമ്പോൾ വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന റിതം അഥവാ ഒഴുക്ക് കുറവായി അനുഭവപ്പെടാം. അതുകൊണ്ടാണ് ആ ക്രമത്തിൽ പറയുമ്പോൾ നമ്മൾ പാർവതി ശങ്കരൻ എന്നോ ഗൗരി ശങ്കരൻ എന്നോ മാറ്റുന്നത്. അങ്ങനെ നോക്കിയാലും ദേവിയുടെ പേര് തന്നെയാണ് ആദ്യം വരുന്നത്. ചുരുക്കത്തിൽ നമ്മൾ സാധാരണ സംഭാഷണത്തിൽ ശിവപാർവതിമാർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഭക്തിപരമായും വ്യാകരണപരമായും ദേവിയുടെ നാമം ആദ്യം വരുന്ന രീതിയിലേക്കാണ്. അതായത് പാർവതി പരമേശ്വരന്മാർ ആണ് കൂടുതൽ പ്രാധാന്യവും പ്രചാരവും ഉള്ളത്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. ഓം നമ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.